മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. ഞാനിത് വീറ്റ് ഫ്ലോർ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് മൈദ വേണേലും യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ പൊടി തന്നെയാണ് എടുക്കുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിലും ഉപ്പും ഈ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വീതം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിന് തന്നെ കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് റബ്ബ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 2 സവാള ചെറുതായിട്ടൊന്ന് മുറിച്ചതിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പേസ്റ്റ് ആക്കിയതാണെങ്കിൽ 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ വഴറ്റാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തതാണ്. ഒട്ടും കട്ടയില്ലാതെ വേണം ഉടച്ചെടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ ഉരുളക്കിഴങ്ങിൽ പിടിച്ച് ഇപ്പോൾ അത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി എടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാനത് 2 പാർട്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പകുതി നമുക്കൊന്ന് പരത്തിയെടുക്കാം. ബാക്കിയുള്ള മാവ് തുറന്ന് വയ്ക്കരുത്, അത് അടച്ച് മാറ്റി വയ്ക്കണം. അല്പം പൊടി തോളിക്കൊടുത്ത് ചപ്പാത്തി പരത്തുന്നത് പോലെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രം അല്ലെങ്കിൽ അടുപ്പോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഓരോ റൗണ്ട് ഷേപ്പിലും കത്തി വെച്ച് 4 ഭാഗത്തും ചെറിയൊരു കട്ടിങ് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മൾ നേരത്തെ ഫില്ലിങ് വെച്ചിരിക്കുന്ന ആ ഉരുളകൾ ഓരോന്നും എടുത്ത് വയ്ക്കാം. ഇനി ഞാനൊരു മൈദയുടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്പം മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തതാണ്. ആ മൈദ പേസ്റ്റ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം അതിൽ ഒരു പീസ് ഒരു ഫ്ലവറിൻ്റെ ഇതള പോലെയുള്ള ഒരെണ്ണം എടുത്തതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇവിടെ ഒട്ടിക്കാം. അപ്പം നമ്മൾ ആ മൈദയുടെ പേസ്റ്റ് സൈഡിൽ തേച്ചത് കൊണ്ട് അത് ഒട്ടി നിന്നോളും. അതുപോലെ തന്നെ സൈഡിലുള്ളത് ഒരെണ്ണം ഒട്ടിച്ച് വയ്ക്കാം. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ മുകളിലേക്കും കൂടെ എടുത്ത് വയ്ക്കാം.
അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇത് കിട്ടും. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം തയ്യാറാക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്കിത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആയി കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ കുടിക്കുകയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതിൻ്റെ അകത്ത് നമുക്കിഷ്ടമുള്ള ഏത് ഫില്ലിങ് വേണേലും വെക്കാം. ഞാനിവിടെ പൊട്ടറ്റോ വെച്ച് ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.